CPIM എല്ലാ കാലത്തും കള്ളവോട്ട് ചെയ്യുന്നവരാണെന്നും കണ്ണൂർ ജില്ലയിൽ ഇത് സ്വാഭാവികമാണെന്നും UDF കൺവീനർ MM ഹസൻ കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജനസഭയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ 85 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വോട്ട് പോളിംഗ് ബൂത്തിൽ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ഒരു സിസ്റ്റം ഏർപ്പെടുത്തി. അവർക്ക് വീട്ടിൽ വോട്ട്. പക്ഷെ വീട്ടിൽ വോട്ട് ചെയ്യുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ടുള്ള വ്യവസ്ഥ എന്താണ്? 2 പോളിംഗ് ഓഫീസർമാർ, ഒരു മൈക്രോ ഒബ്സർവർ, ഒരു വീഡിയോഗ്രാഫർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുടെ ഒരു സംഘം വീട്ടിലെത്തി 2 സ്ഥാനാർത്ഥികളുടെയും 2-3 സ്ഥാനാർത്ഥികളുടെയും BLAമാരുടെ സാന്നിധ്യത്തിൽ ഇത് വോട്ട് രേഖപ്പെടുത്തി സീൽ ചെയ്ത പെട്ടികളിലാക്കിയാണ് ഈ വോട്ട് കൊണ്ടുപോകേണ്ടത്. കല്യാശ്ശേരിയിൽ ഈ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു BLA നേരിട്ട് വോട്ട് ചെയ്തു. അയാൾ ഇന്നലെ CPMൻ്റെ ബൂത്ത് ലെവൽ ഏജൻ്റാണ്, CPMൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ആ ഒരു പാർട്ടിയുടെ BLAക്ക് വോട്ട് ചെയ്യാൻ ഈ സംവിധാനങ്ങളെല്ലാം മറികടന്ന് വോട്ട് ചെയ്യാൻ അനുവദിച്ചെങ്കിൽ അതൊരു സാമ്പിൾ കേസായിട്ട് കാണാം. ഞാൻ 2 പരാതി കൊടുത്തു. പ്രതിപക്ഷ നേതാവ് 2 പരാതി കൊടുത്തു. എന്താണ്? ഈ വീട്ടിൽ വോട്ട് ദുരുപയോഗപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് രാഷ്ട്രീയ ചായം ഉണ്ടാവാം, പക്ഷെ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റുമോ? എല്ലാ പാർട്ടികളെയും സ്ഥാനാർത്ഥികളുടെയും BLAമാരുടെ സാന്നിധ്യത്തിലാണ്. എന്താ ഇല്ലാത്തത് പോയത്? എന്താ CPMൻ്റെ BLA മാത്രം വന്നത്? കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ ചായം ഉണ്ടാവും. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും അറിയിച്ചിട്ടില്ല. അവർക്ക് രാഷ്ട്രീയ ചായമുള്ളതും താല്പര്യമുള്ള പാർട്ടിയുടെ പ്രതിനിധിയെ മാത്രമേ അറിയിച്ചുള്ളൂ. അയാൾ വരികയും അയാൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെയും വീണ്ടും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തി ചില്വാനം വോട്ടാണ് വീട്ടിൽ വോട്ട്. ആ വോട്ടുകളെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അയക്കുന്ന ഭൂരിപക്ഷം പോലീസുകാർ, ഇവർക്കൊക്കെ രാഷ്ട്രീയം കാണും. പക്ഷെ ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിക്ക്, ഭരിക്കുന്ന പാർട്ടിയുടെ അവരെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇലക്ഷൻ കമ്മീഷൻ ഈ കല്യാശ്ശേരിയിൽ ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടു. 2 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇത് കേരളത്തിലുടനീളം ഉണ്ടാവാനിടയുള്ളതുകൊണ്ട് കല്യാശ്ശേരിയിൽ ചെയ്തതുപോലെ വളരെ ഗൗരവമായ കർശനമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ നൽകണം. ഇത്തരത്തിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, ഇത് ആവർത്തിക്കാതിരിക്കത്തക്ക വണ്ണമുള്ള ശിക്ഷ. കാരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക, സഹായം കൊടുക്കുക, അത് വോട്ട് ചെയ്യുന്ന ആളേക്കാൾ വലിയ കുറ്റമല്ലേ ഈ സഹായിക്കുന്ന ആളുകൾ ചെയ്യുന്നത്? അവരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണം. കാരണം ഇത് കേരളമാണ്. പ്രത്യേകിച്ച് ഈ കല്യാശ്ശേരി പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.